മമതാ ബാനർജിയെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ച് സോണിയാഗാന്ധി. കോൺഗ്രസ് ഉപാധ്യക്ഷയാക്കാം എന്നാണ് വാഗ്ദാനം. അഭിഷേക് ബാനർജിയെ ജനറൽ സെക്രട്ടറി ആക്കാം എന്നൊരു വാഗ്ദാനം കൂടി നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. രാഹുൽ ഗാന്ധിയാണ് ഈ വാഗ്ദാനം നൽകിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സായ്കുമാറിന്റെ വിശദാംശങ്ങൾ നൽകാൻ. സായ്കുമാർ, നിർണായകമായിട്ടുള്ള ഒരു നീക്കമാണ്. കോൺഗ്രസിലേക്ക് മമതാ ബാനർജിയെ ക്ഷണിച്ചിരിക്കുന്നു സോണിയാഗാന്ധി. കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധിയുടെ വസതിയിൽ മമതാ ബാനർജി എത്തുകയും അവിടെ ഒരു ചർച്ചകൾ നടക്കുകയും ചെയ്തിരുന്നു. അതിന്റെയൊക്കെ ഫലമായി ഇപ്പോഴിതാ കോൺഗ്രസിലേക്ക് തന്നെ ക്ഷണിച്ചിരിക്കുന്നു മമതാ ബാനർജിയെ എന്നുള്ളതാണ്. അത് വെറുതെയുള്ള ക്ഷണമല്ല, കോൺഗ്രസിന്റെ ഉപാധ്യക്ഷയാക്കാം എന്നാണ് വാഗ്ദാനം നൽകിയിരിക്കുന്നത്. അഭിഷേക് ബാനർജിയെ ജനറൽ സെക്രട്ടറി ആക്കാമെന്ന വാഗ്ദാനം രാഹുൽ ഗാന്ധി കൂടി നൽകിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം, ബംഗാളിൽ വലിയ പ്രതിസന്ധി നേരിടുകയാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ്. അവർക്ക് ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറണമെങ്കിൽ കോൺഗ്രസുമായിട്ടുള്ള സഹകരണം വേണം. അത് കോൺഗ്രസ് പാർട്ടി അംഗത്വം എടുത്തുകൊണ്ട് തന്നെ കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോയിക്കൊണ്ടുള്ള ഒരു തീരുമാനം മമതാ ബാനർജി എടുക്കുമോ എന്നുള്ളതാണ്. അതാണ് അറിയേണ്ടത്. സായി, ഒന്ന് തുടരുക. നോബൽ മാരിക്കാനിലേക്ക് പോവുകയാണ്. നോബൽ, അങ്ങനെ ഒരു നിർണായക നീക്കം നടക്കുമ്പോൾ എന്തായിരിക്കും മമത തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. വലിയ രീതിയിൽ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ബംഗാളിൽ. സുധി, മമതയ്ക്ക് ഇപ്പോൾ ബംഗാളിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണ ആവശ്യമാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പിന്തുണ ആവശ്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെടുകയും ഇന്ത്യ സഖ്യ യോഗം വിളിക്കാൻ സമ്മതം ശക്തമാക്കുകയും ചെയ്തത്. അതിനു പിന്നാലെ ഇന്നലെ സോണിയാഗാന്ധിയുമായി മമതാ ബാനർജി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഒപ്പം ഇന്നിപ്പോൾ അഭിഷേക് ബാനർജി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്നലത്തെ കൂടിക്കാഴ്ചയിലാണ് സോണിയാഗാന്ധി മമതാ ബാനർജി കോൺഗ്രസിലേക്ക് വീണ്ടും ക്ഷണിച്ചത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപാധ്യക്ഷ പദവി, അതായത് നാഷണൽ വൈസ് പ്രസിഡന്റ് പദവി നൽകാം എന്നാണ് സോണിയാഗാന്ധി വാഗ്ദാനം ചെയ്തത് എന്ന് അറിയാൻ കഴിയുന്നു. രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ അഭിഷേക് ബാനർജിക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകാമെന്ന ഉറപ്പ് നൽകി എന്നാണ് അറിയാൻ കഴിയുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ പ്രധാന നേതാവായിരുന്നു 1997 വരെ മമതാ ബാനർജി. അതിനു പിന്നാലെ സോണിയാഗാന്ധി നേതൃത്വത്തെ എതിർത്തുകൊണ്ടാണ് മമത കോൺഗ്രസ് വിട്ട് 1997 ഡിസംബറിൽ പുറത്തു പോകുന്നത്. അതിനുശേഷം 98 തൃണമൂൽ കോൺഗ്രസ് രൂപീകരിക്കുകയും ചെയ്തു. മുൻ ലോക്സഭാ അംഗമായിരുന്നു കോൺഗ്രസിന്റെ. അത് മാത്രമല്ല, യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി, അതോടൊപ്പം തന്നെ അവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ ബംഗാളിലെ പ്രസിഡന്റ്, ഒപ്പം മഹിളാ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി എന്ന പദവികളിലൊക്കെ ഇരുന്ന നേതാവ് കൂടിയാണ് മമതാ ബാനർജി. ഒരു കാലത്ത് കോൺഗ്രസിന്റെ പശ്ചിമ ബംഗാളിലെ തീപ്പൂർ നേതാവായിരുന്നു. പിന്നീട് നേതൃത്വമായി അങ്ങനെ കോൺഗ്രസിന് പോവുകയാണ് ചെയ്തത്. എന്താണെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി പാർട്ടിക്ക് ഏറ്റു. അത് മാത്രമല്ല, അതിന് പിന്നാലെ കൂടെ ഉണ്ടായിരുന്ന എംപിമാർ കളം മാറ്റി ചവിട്ടുന്നു, അതോടൊപ്പം തന്നെ MLA മാർ കളം മാറ്റി ചവിട്ടുന്നു. അത്തരത്തിൽ സംസ്ഥാനത്ത് പിടിച്ചു നിൽക്കാൻ പോലും കഴിയുന്ന സാഹചര്യത്തിലാണ് മമതാ ബാനർജി ഇപ്പോൾ ഉള്ളത്. നേതാക്കൾക്കെതിരെ ഇനിയിപ്പോൾ ബാക്കി ഈ പാർട്ടി തുടരുന്ന നേതാക്കൾക്കെതിരെയൊക്കെ കേസുകളൊക്കെ വരുന്നുണ്ട്. എന്താണെങ്കിലും പിടിച്ചു നിൽക്കണമെങ്കിൽ മമതയ്ക്ക് മറ്റ് നേതാക്കളുടെയും പാർട്ടികളുടെയും പിന്തുണ കൂടിയേ തീരൂ. എന്തായിരിക്കും മമത ഇക്കാര്യത്തിൽ എടുക്കാൻ പോകുന്ന തീരുമാനം എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്.